പ്രിയപ്പെട്ട വിദ്യാർത്ഥി സംഘടന സിൽവർ നിൽക്കുമ്പോൾ ഇതിൻ്റെ രൂപീകരണ കാലത്ത് ത്യാഗത്തിൻ്റെ കനൽപദങ്ങൾ താണ്ടിക്കടന്ന അനുഭവങ്ങളുമായി പഴയകാല നേതാക്കൾ യുവതലമുറക്ക് മുന്നിലെത്തുകയാണ്. SKSSFിൻ്റെ പ്രവർത്തകരെ സ്വന്തം മക്കളെക്കാളേറെ സ്നേഹിച്ചിരുന്ന മർഹൂം ഷെയ്ഖുന CH ഐദ്രൂസ് മുസ്ലിയാരുടെ മകനും SKSSFിൻ്റെ സ്ഥാപകാംഗവുമായ അഭിവന്ദരായ CH സംസാരിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ അസ്ഹാബിൽ ഫായിസീൻ അമ്മാ ബഅദ്. വേദിയിൽ അണിനിരുന്ന നമ്മുടെ കാരണവർ ബഹുമാനപ്പെട്ട CK സാദിഖ് ഉസ്താദ് അടക്കമുള്ള പ്രഗത്ഭരായ നേതാക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മഹത്തായ SKSSF അതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. തീർത്തും അനിവാര്യമായൊരു ഘട്ടത്തിൽ നമ്മുടെ വന്യരായ നേതാക്കൾ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളും ഒരു കൂട്ടം അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളും ഔലിയാക്കളും സാദാത്തുമാരായ നേതാക്കളും ഒത്തുകൂടി രൂപീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ജൂൺ 26 കോഴിക്കോട് മുതൽക്കുളം മൈതാനിയിൽ വെച്ച് ഔദ്യോഗികമായി രൂപീകരിച്ച സംഘടന ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് കേരളീയ മുസ്ലിങ്ങളുടെ ഈമാനിനെയും അമലിനെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഒത്തുകൂടി രൂപീകരിച്ച സംഘടന എതിരാളികളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി കേരളീയ ഉമ്മത്തിനെ മുഴുവനും സമസ്ത വിഭാവനം ചെയ്യുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശ പ്രസ്ഥാനത്തിന് അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു കൂട്ടം ആളുകൾ സമസ്തക്കെതിരെ ഉണ്ടാക്കിയ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന നശിച്ച് നാമാവിശേഷമായപ്പോൾ തന്ത്രപരമായി സമസ്തക്കുള്ളിൽ കയറി വന്ന് വീണ്ടും വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചു. മഹാന്മാരായ പണ്ഡിതന്മാർ കുണ്ടും കുഴിയും കുന്നും മലയും കയറിയിറങ്ങി കഷ്ടപ്പെട്ട് മദ്രസകളും മഹല്ലത്തുകളും പള്ളികളും അറബി കോളേജുകളും ഒക്കെ സ്ഥാപിച്ചെടുത്ത് പാവപ്പെട്ട മുതാലിമീങ്ങളെ സ്നേഹിക്കാനും ആലിമീങ്ങൾ ആദരിക്കാനും സമൂഹത്തെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഈ ആലിമീങ്ങൾ തന്നെ മുതാലിമീങ്ങൾ തന്നെ വന്യരായ ഉസ്താദന്മാരെ കൂക്കി വിളിക്കാനും കല്ലെറിയാനും തിരിഞ്ഞപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുവിനോട് അകമഴിഞ്ഞ് ദുആ ചെയ്ത് കണ്ണീരൊഴുക്കി ദുആ ചെയ്ത ഒരു ദുആയുടെ ഉത്തരമായി പിറവിയെടുത്ത SKSSF നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല ഈ സംഘടന ഈ രൂപത്തിൽ വളർന്നു വലുതായത്. നിർദോഷികളായ മുസ്തജാബു ദഅവാത്തായ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള ശംസുൽ ഉലമയെ പോലെയുള്ള കോട്ടുമൽ ഉസ്താദിനെ പോലെയുള്ള KK ഉസ്താദിനെ പോലെയുള്ള ബഹുമാനപ്പെട്ട KV ഉസ്താദിനെ പോലെയുള്ള മാനുസ്താദിനെ പോലെയുള്ള ഐദ്രൂസ് ഉസ്താദിനെ പോലെയുള്ള വന്യരായ ഉസ്താദന്മാർ അവർ ജീവിതകാലം മുഴുവൻ സമൂഹത്തിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ ഭൗതിക താല്പര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹും KK ഉസ്താദ് കണ്ണീരൊഴിക്കുന്നതിന് ഞങ്ങൾ ദൃസാക്ഷിയായിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട KV ഉസ്താദിനെ സ്വന്തം വേദിയിൽ വെച്ച് ഗരവ് ചെയ്ത് കൂക്കി വിളിച്ചിട്ടുണ്ട്. സ്വന്തം നേതാക്കളെ ആ സ്ഥാനത്ത് ഗരവ് ചെയ്ത് പിക്കറ്റ് ചെയ്ത് മൂത്രമൊഴിക്കാൻ പോലും പോലീസിന്റെ സഹായം തേടേണ്ടി വന്നിട്ടുണ്ട്. ഇത്രമാത്രം കഷ്ടപ്പെട്ട് വദായിലൊരു സമ്മേളനം നടത്തിയവര് ആ സമ്മേളനം മുടങ്ങിയ സാഹചര്യത്തിൽ അരീക്കോട് വെച്ച് അതിലൊരു പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചപ്പോൾ അവിടെ കയറി വന്ന CH ഉസ്താദ് വിവരമറിയാതെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ നിനക്കറിയില്ലടാ, നിന്നെ പഠിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് SSFകാർ മുഖത്ത് നോക്കിക്കൊണ്ട് ആ സദസ്സിൽ വെച്ച് പറഞ്ഞപ്പോൾ ഐദ്രൂസ് ഉസ്താദ് കണ്ണീരൊഴുക്കിയത് ഞങ്ങൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള നേതാക്കൾ ഒരുപാട് അള്ളാഹുവിനോട് വിഷമം കൊണ്ട് ദുആ ചെയ്തപ്പോൾ 1959 പിറവിയെടുത്ത സംഘടനയാണ് SKSF. അതിന്റെ മുമ്പ് ഒരു വർഷം മുമ്പ് SSF ആക്ഷൻ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ആക്ഷൻ കമ്മിറ്റി ഒരു വർഷം പ്രവർത്തിച്ചു. താഴേക്കടയിൽ ജില്ലാ താലൂക്ക് ഘടകങ്ങളിലൊക്കെ ആക്ഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കി പല SF സംഘടനകളൊക്കെ പിരിച്ചുവിട്ടു. പല ഭാഗത്തും സംഘടന നിർവീര്യമായി. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് SKSF പിറവിയെടുത്തത്. സമസ്തയുടെ തുടക്കം തന്നെ അങ്ങനെയാണ്. 1925 കോഴിക്കോട് മുദാക്കര പള്ളിയിൽ വെച്ച് സംഘടന രൂപീകരിച്ചു. ഒരു വർഷം പല സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് സമസ്തയുടെ അനിവാര്യത മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് 1926 ഔദ്യോഗികമായി സമസ്ത കേരള ജംഇയ്യത്ത് രൂപീകരിച്ചതെങ്കിൽ ഇതുപോലെ തന്നെ ആദ്യം ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് SSFന്റെ തെറ്റ് സമൂഹത്തെ ബോധ്യപ്പെടുത്തി നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തി അവർ തിരുത്താൻ തയ്യാറാവാതിരുന്നപ്പോൾ മാത്രമാണ് അനിവാര്യമായ ഘട്ടത്തിൽ മഹാനായ ശംസുൽ ഉലമ അടക്കമുള്ള നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയത്. തുടക്കത്തിൽ ഈ സംഘടന സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ിൽ ചെന്നാൽ പോലും പരിപാടി കഴിഞ്ഞാൽ സ്വാഗതം പറയുന്ന ആളെ പോലും പിതാക്കൾ വന്ന് ചീത്ത പറഞ്ഞ് വീട്ടിൽ
അങ്ങനെ പരിപാടി പിരിച്ചുവിടാൻ ആളില്ലാതെ മൈക്ക് സെറ്റിന്റെ ഓപ്പറേറ്റർ മാത്രം അദ്ദേഹത്തിന്റെ മൈക്കിന് കാവലായി അവിടെ നിൽക്കും. ബാക്കി പ്രസംഗകർ മാത്രം. പ്രസംഗം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ വണ്ടിയുടെ സൗകര്യം ഉണ്ടാകൂല, ഭക്ഷണം ഉണ്ടാകൂല. നമ്മുടെ സ്വന്തം മഹലിൽ പോലും പരിപാടി കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് കിടക്കാൻ പോയി നോക്കുമ്പോൾ പള്ളിയുടെ വാതിൽ പൂട്ടി പള്ളിയുടെ മേലെ നിന്ന് അവിടുത്തെ മുത്താലിമീങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ പേസ്റ്റ് അടക്കമുള്ള വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് തുപ്പിയത് ഓർത്തുപോവുകയാണ്. ഇങ്ങനെ SKSF-ന്റെ തുടക്കത്തിൽ നമ്മുടെ 2 വർഷം SKSF-ന്റെ തുടക്കത്തിൽ നായകത്വം നൽകിയത് ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപക പ്രസിഡന്റ് അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പായിരുന്നു. അഷ്റഫ് ഫൈസിയും ഹമീദ് ബൈത്തിയും പോലെയുള്ള നേതാക്കൾ അതിന് നേതൃത്വം നൽകുന്ന കാലത്ത് ഒരുപാട് പീഡനങ്ങൾ അതിന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് ഫൈസി നാട്ടിക മൂസ ഉസ്താദ് പ്രസംഗിക്കുന്ന വേദിയിൽ വെച്ച് പോലും അബ്ദുൽ ഹമീദ് ഫൈസിക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് അടിയും ഇടിയും പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഓർത്തു പോവുകയാണ്, ആക്ഷൻ കമ്മിറ്റി പ്രസംഗം കഴിഞ്ഞ് ജാമ്യയിലേക്ക് വന്നപ്പോൾ ജാമ്യയിലെ ചില ഉസ്താദന്മാർ തന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്താണ് നിങ്ങൾ SF എന്നാൽ ാണ്, അതിനെതിരെ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയാൽ അത് സമസ്തക്ക് ചീത്തപ്പേരാകും, നമുക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ഉസ്താദന്മാരെ പോലും എതിരാളികൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ വഹാബികളുടെ ശിങ്കിടികളാണ്, വഹാബികളുടെ മക്കളാണ് എന്ന് പോലും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്കെതിരെ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് കുടുംബം ഈ സംഘടനയുടെ നേതൃത്വം ഏറ്റെടുത്തപ്പോഴാണ് ഇതിന് ജനകീയമായ അടിത്തറയുണ്ടായത്. ഞാൻ ഓർത്തു പോവുകയാണ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഘടനയുടെ പ്രസിഡന്റായി വരുന്നതിന്റെ മുമ്പ് തിരുപ്പറച്ചി പാലക്കാട് ഭാഗത്ത് ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരാൻ യാത്രയാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സാദിഖ് അലി തങ്ങൾ അതിന് ഉദ്ഘാടനത്തിന് വന്നതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടി. അത് കഴിഞ്ഞ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്ന ജീപ്പിൽ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ചെളിയിൽ പൂണ്ടപ്പോൾ ജീപ്പ് തള്ളാൻ പോലും ആളുണ്ടായില്ല. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും വിനീതനായ ഞാനും ജീപ്പ് തള്ളി തള്ളി ഡ്രൈവർ പതുക്കെ ജീപ്പ് കയറ്റി കൊണ്ടുവന്ന് നോക്കുമ്പോൾ തങ്ങളുടെ പോക്കറ്റ് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, തങ്ങൾക്ക് നല്ല കവറാണല്ലോ കിട്ടിയത് എന്ന്. എന്താണ് കാര്യം? ജീപ്പിന്റെ ടയറിൽ ചളി കയറി, ടയർ സ്ലിപ്പാകുമ്പോൾ ചളി ഇങ്ങനെ കയറി വന്ന് ആ ചളി പോക്കറ്റിൽ നിറഞ്ഞ് വെള്ളം മൂറിപ്പോയപ്പോൾ പോക്കറ്റിൽ ഒരുപാട് ചളി കുമിന്നുകൂടി നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഇതൊരു ഉദാഹരണം മാത്രം. ഇങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ആരും സ്വീകരിക്കാറില്ലാത്തൊരവസ്ഥയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പട്ടാളമായി SKSF കേരളത്തിൽ ആഞ്ഞടിച്ചു, ശക്തമായി പ്രവർത്തിച്ചു. അതിന്റെ ഫലം എന്തുണ്ടായി? ദശവാർഷിക സമ്മേളനം നടന്നപ്പോൾ തുടക്കത്തിൽ ഒരു പത്രപ്രസ്താവനയുമായി ഓഫീസിൽ ചെന്നാൽ പത്രക്കാരത് സ്വീകരിക്കില്ല, നിങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറയും. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല മഹല്ല് ഭാരവാഹികളും കാരണവന്മാര് തന്നെ നമ്മൾ ആരുമല്ല ഒന്നുമല്ല എന്നവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ നമ്മളെല്ലാവരും അവഗണിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഒരു വണ്ടിയെടുത്ത് കേരളത്തിലൊക്കെ ഫണ്ട് ഉണ്ടാക്കാൻ പോയി നടന്നു, ഫണ്ടൊന്നും കിട്ടുകയില്ല. നമ്മുടെ നേതാക്കളാണെങ്കിലോ ആ നിരക്കുള്ള പ്രോത്സാഹനവുമില്ല. ഞാൻ ഓർത്തു പോവുകയാണ്, ഞാൻ സമയം തീർന്നു പോയി നിർത്തുകയാണ്. ഒരിക്കൽ SKSF-ന്റെ ഒരു ഫണ്ടിന് വേണ്ടി ബഹുമാനപ്പെട്ട ദാറുൽ പോയി ആദ്യമായി ഐദ്രൂസ് ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഐദ്രൂസ് ഉസ്താദ് പറഞ്ഞു, ജാഹിദു ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും എന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങളെ കയ്യിലുള്ള ഫണ്ടൊക്കെ തീരട്ടെ, നിങ്ങളൊക്കെ പ്രവർത്തിക്കൂ, എന്നിട്ട് ജനങ്ങളോട് ചോദിക്കാമെന്ന് പറഞ്ഞു. ബാപ്പുട്ടിയാജി പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫണ്ട് വേണോ? മറുഭാഗത്ത് കാന്തപുരം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വാരി വിതറി പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ നേതാക്കളുടെ അടുക്കൽ ഫണ്ടിന് വേണ്ടി ചെന്നപ്പോൾ ബാപ്പുട്ടിയാജി എന്ന് പറഞ്ഞത്, പൈസ കൊടുത്തുകൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ പലരെയും കിട്ടുമല്ലോ, പൈസ ഉണ്ടാക്കലും പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്നു വരുന്ന സംഘടന ദശവാർഷിക സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസിയും ഞങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞൊരു നിമിഷങ്ങളുണ്ടായി. കാരണം എന്താണ്? ആ സമ്മേളനത്തിൽ തെക്ക് നിന്നും കിലോമീറ്ററുകളോളം റോഡ് ബ്ലോക്കായി ആളുകൾക്ക് നഗരിയിൽ എത്താൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ പ്രവർത്തകര് ക്ഷുഭിതരായ ഒരു സമയത്ത് അവിടുത്തെ ട്രാഫിക് പോലീസ് മേധാവികളെ കണ്ടുകൊണ്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പറഞ്ഞപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്, ഒരു സംഘടന സമ്മേളനം നടത്തുമ്പോൾ അവരവകാശപ്പെടുന്നതിന്റെ പകുതി ആളുകളെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. നിങ്ങൾ അവകാശപ്പെട്ടത് 5 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നാണ്. ഞങ്ങളെ കണക്കനുസരിച്ച് 10 ലക്ഷം ഇവിടെ കവിഞ്ഞിരിക്കുകയാണ്, ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയൊരവസ്ഥയുണ്ടായി. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ നിർത്തുകയാണ്. 25ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഇതിന്റെ ആക്ഷൻ കൗൺസിലിന് സ്വാഗതം പറഞ്ഞപ്പോൾ വിനീതനായ ഞാൻ എന്ന് പറഞ്ഞു, ഈ ഞങ്ങൾ സംഘടന രൂപീകരിക്കുന്നില്ല, ഒരു സംഘടനയുമായി ഞങ്ങൾ രംഗത്തിറങ്ങുകയാണെങ്കിൽ ഒരു കൊടുങ്കാറ്റായി കേരളത്തിൽ ആഞ്ഞടിക്കും. നിങ്ങളുടെ വലിയ വലിയ വടവൃക്ഷങ്ങൾ കടപടകി ഈ സമുദ്രത്തിൽ ലയിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം നേതാക്കളുടെ മൊത്തം പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ചായപ്പോപ്പയുടെ കൊടുങ്കാറ്റെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്നിവിടെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതാ നിങ്ങളുടെ എല്ലാ വടവൃക്ഷങ്ങളും കടപടകി ഈ സമുദ്രത്തിൽ ലയിച്ചു
എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവിടെ ബാക്കിയുള്ളത് നൂഹ് നബിയുടെ ഒരു കപ്പലാണ്. ഈ കപ്പലിൽ ബാക്കിയുള്ളവർക്ക് കയറിയാൽ രക്ഷപ്പെടാം, അല്ലാത്തവരെ മുഴുവൻ മുക്കിക്കൊല്ലാൻ SKSF തയ്യാറാണ്. ഈ സമസ്തയുടെ ചൊലക്കുട്ടികൾ തയ്യാറാണ്. എല്ലാ എതിരാളികളെ തകർത്തുകൊണ്ട് ഈ ജൈത്രയാത്ര മുന്നോട്ട് തുടരും. ബഹുമാനപ്പെട്ട, ഞാൻ നിർത്തുകയാണ്, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവേ ഞങ്ങൾ ഇതൊരു സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഇതിന്റെ നേതൃസ്ഥാനത്ത് നിന്നെ പേടിക്കുന്ന ഉഖ്റവിയ ആലിമീങ്ങളെ എന്നും നീ നിലനിർത്തണമേ. അവസാനം ഈ ദൗത്യം മഹ്ദി ഇമാമിന് കൈമാറാൻ ഞങ്ങൾ പിൻഗാമികൾക്ക് തൗഫീഖ് നൽകണേ എന്ന് അന്ന് വരക്കൽ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദുആയുടെ ഉത്തരമായിക്കൊണ്ട് ശംശുദ്ധരായ നേതൃത്വം ഞങ്ങളുടെ മുമ്പിൽ അതിന്റെ കീഴിൽ അച്ചടക്കമുള്ള പ്രവർത്തകരായിക്കൊണ്ട് SKSF സമസ്തയുടെ പഠിച്ചിട്ടയായിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കും. ഈ ദൗത്യം മഹ്ദി ഇമാമിനെ ഏൽപ്പിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.